ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ ഫുള്ള് നല്ല സ്ലഡ്ജ് ഉണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമുക്ക് കഴിച്ച് ക്ലീൻ ചെയ്യണം. ഈ ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണോ R3 ആണോ നിനക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്? R3. റീസൺസ് പറയൂ. R3 ഇതിൻ്റെയും കാട്ടി ഓരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനാണ്, ത്രോട്ട് ബോഡി ആക്സസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ R3 ഒരൊറ്റ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ട്വിൻ സിലിണ്ടർ വരാത്ത അങ്ങനെയാണ്, ത്രോട്ട് ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ടോ സിങ്ക് ആയി കിടക്കും. 2 സിലിണ്ടറും അൺഈവനായിട്ട് വർക്കാവും. അത് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് നോർമലാണ്, അതായത് ട്വിൻ സിലിണ്ടർ എടുത്താലും അങ്ങനെയാണ്. അത് മാത്രം സെറ്റ് ആക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഭയങ്കര എളുപ്പമാണ് ഇതിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ. R3 vs R15 നോക്കി കഴിഞ്ഞാൽ R15 പണിയാണ് ഏറ്റവും എളുപ്പം. യമഹയുടെ ഏത് ബൈക്കാണ് നിനക്ക് പണിഞ്ഞിട്ട് പാടായിട്ട് വന്നിട്ടുള്ളത്? പാടായിട്ട് SC25 ABS മോട്ടോർ പണിയാൻ കുറച്ച് ചടങ്ങാണ്. സസ്പെൻഷൻ്റെ സുഞ്ഞാവിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത്. ചെയ്യാൻ പാടല്ലേ? ഭയങ്കര പാടാണ്. അതൊരു വാക്കല്ലാത്ത രീതിയിലാണ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. R3 പണിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് R3 പണിയാണ് എളുപ്പം. KTM ഓക്കെയാണ്, പക്ഷെ KTMൻ്റെയും കാട്ടി കുറച്ചും കൂടെ വർക്കിംഗ് കുറച്ചും കൂടെ ഇതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റേ ഓയറിംഗ് ഒക്കെ നമുക്ക് കൈയ്യൻ്റെ ഇടയിൽ കയറുന്ന പാടൊന്നും അധികമൊന്നുമില്ല. ഓക്കെ. ഫാൻ്റെ കണക്ഷൻ ചെയ്തോട്ടെ. പാനിങ് നീക്കിയാടാ, ഇങ്ങോട്ട് നീക്കി. അടിയുള്ള പാനിങ്ങിനകത്ത് കൂളൻ്റ് ഉണ്ട്, തറയിൽ പോകും, അതിലോട്ട് ഒഴിക്കാം. ഇങ്ങോട്ട് നീക്കി. റേഡിയേറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ? അകത്ത് സ്ലഡ്ജ് നല്ല രീതിയിൽ ഫോം ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്തേക്കാം. ആൾക്കാർ നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ പമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എടുത്തിട്ട് ഇതിനകത്ത് വേറെ വേട്ടൊന്നും ഇല്ല കേട്ടോ, പക്ക ക്ലീനാണ്. ഫ്യൂൽ ഫിൽറ്റർ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.